ആട്ടവിളക്കിന് പിന്നിൽ ഇനി നവരസങ്ങളുടെ നിറഞ്ഞു തുളുമ്പൽ. അരങ്ങിൽ 5 ഘടകങ്ങൾ സമഞ്ജസമായി സമ്മേളിക്കുന്നു. മൈനാഗപ്പള്ളി മണ്ണൂർക്കാവിന് ഇനി ആട്ടവിശേഷങ്ങളുടെ നിശാവേളകൾ. മണ്ണൂർക്കാവ് ക്ഷേത്രത്തിൽ കഥകളി ഫെസ്റ്റിന് ആട്ടവിളക്ക് തെളിഞ്ഞു. നിശയുടെ ആദ്യയാമത്തിൽ തന്നെ ആട്ടവിളക്ക് തെളിഞ്ഞു. ഇനി മണ്ണൂർക്കാവിന് നൃത്ത ഗീത വാദ്യങ്ങളുടെ സമഞ്ജസ സമ്മേളനം. മൈനാഗപ്പള്ളി മണ്ണൂർക്കാവിൽ കഥകളി ഫെസ്റ്റിന് തുടക്കം കുറിച്ചു. ഈ മാസം 24 വരെയാണ് ഫെസ്റ്റ് നടക്കുന്നത്. ഫെസ്റ്റിന് തുടക്കം കുറിച്ച് ആദ്യ ദിനത്തിൽ ബാണയുദ്ധം കഥകളി അരങ്ങേറി. കലാമണ്ഡലം ശ്രീകുമാർ, കലാമണ്ഡലം സജീവൻ, കലാമണ്ഡലം വിശാഖ, കലാമണ്ഡലം നിധിൻ ബാലചന്ദ്രൻ, കലാനിലയം അഖിൽ, കലാമണ്ഡലം അമൽ, കലാമണ്ഡലം ശരത്ത്, പീശപ്പള്ളി രാജീവൻ, കലാനിലയം മനോജ്, കലാമണ്ഡലം ശ്രീഹരി, കലാനിലയം രാകേഷ്, കലാമണ്ഡലം യശ്വന്ത, ദേവനന്ദ മണ്ണൂർക്കാവ് എന്നിവർ അരങ്ങിലെത്തി. കഥകളി ഫെസ്റ്റിന്റെ കേളികൊട്ടായി ആദ്യ ദിനം സെമിനാർ നടത്തും. രാമനാട്ടം മുതൽ കഥകളി വരെ ചരിത്ര വഴികൾ എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് സെമിനാറിൽ വിഷയം അവതരിപ്പിച്ചു. ഏറ്റവും സൗഭാഗ്യമുള്ള ഒരു കലാരൂപമാണ് ഉന്നതനായ നടനാണെങ്കിൽ ആ നടന്റെ ഭാവം കൃത്യമായി ഓരോ കഥാപാത്രങ്ങളുടെ കലയിലേക്കാണ്. ഗോപിയാസനൊക്കെ ആട്ടാൻ നമ്മൾ പോകുന്നത് അതുകൊണ്ടാണ്. ഗോപിയാസൻ ഇന്ന് ചെയ്യുന്ന ഒരു വേഷങ്ങളാണ് നമ്മൾ നാളെ എന്തുകൊണ്ടാണ് പോകുന്നത്? നാളെ മറ്റൊരു ഗോപിയാസനാണ് നാളെ അരങ്ങേറുന്നത്. മറ്റൊരു കഥാപാത്രം തന്നെയാണ് അദ്ദേഹം മറ്റൊരു രൂപത്തിലേക്ക് അരങ്ങിലേക്ക് അദ്ദേഹത്തിന്റെ പരകായ പ്രവേശം അങ്ങനെയാണ് സംഭവിക്കുന്നത്. ക്ഷേത്രഭരണസമിതി അംഗം വി രാജീവ് സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് ടി സുരേന്ദ്രൻപിള്ള അധ്യക്ഷത വഹിച്ചു. ഉണ്ണി പ്രാർത്ഥന നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.